എല്ലാവർക്കും റമദാൻ മുബാറക്. അങ്ങനെ ഒരു റമദാൻ മാസം കൂടി വന്നിരിക്കുകയാണല്ലേ. കറക്റ്റ് 3:30 ആയപ്പോൾ അലാറമൊക്കെ അടിച്ചു. പക്ഷെ കുറച്ച് സമയം ആ കട്ടിലെ തന്നെ ആടി തൂങ്ങിയിരുന്നു. കുട്ടികൾ പിന്നെ എഴുന്നേറ്റില്ല കേട്ടോ. നല്ല ഉറക്കമാണ് രണ്ടുപേരും. എന്തായാലും അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയി ഫ്രഷായി അടുക്കളയിലേക്ക് വന്നതാണ്. അപ്പോഴേക്കും ഉമ്മച്ചി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഗോതമ്പപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ മുട്ടയും കിഴങ്ങും കൂടെ കറി വെക്കാമെന്ന് വിചാരിക്കണം. മുട്ടയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടിയും അതുപോലെ ചൂടുവെള്ളവും പിന്നെ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അപ്പത്തിനുള്ളത് റെഡിയാക്കി എടുത്തു. തേങ്ങ കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ. പക്ഷെ പൊട്ടിച്ച തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വെളുപ്പം കാലത്ത് പോയിട്ട് തേങ്ങ പൊട്ടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഞാനത് ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് ഉമ്മച്ചി കറി റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുട്ടയും പുഴുങ്ങി മാറ്റി വെച്ചു. പിന്നെ കിഴങ്ങും ഒന്ന് വേവിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കറിവേപ്പിലില്ല. അങ്ങനെ പോയിട്ട് കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതേ കറി വെക്കാൻ തുടങ്ങുകയാണ്. കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് പിന്നെ മുളക് പൊടിയും പിന്നെ മസാലയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങും അതുപോലെ തന്നെ മുട്ടയും കൂടി അങ്ങോട്ടേക്ക് ഇട്ടു. അത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം മാക്സിമം നമ്മൾ ഇടയത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഗോതമ്പിൻ്റെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് ഒപ്പിക്കാമെന്ന് വിചാരിക്കണം. കാരണം എന്തായാലും നമ്മൾ ചോറ് മാക്സിമം കുറയ്ക്കുവാണല്ലോ. ഈ റമദാനിലൊക്കെ ചോറ് കഴിക്കൽ കുറവാണല്ലോ. അപ്പം വെയിറ്റ് കുറച്ച് കുറഞ്ഞാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഗോതമ്പിൻ്റെയൊക്കെ തന്നെ കഴിക്കാമെന്ന് വിചാരിക്കണം. പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ മറ്റുമിച്ചി നോമ്പ് പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം മറ്റുമിച്ചി ആ ഒരു അസുഖം വന്നതിന് ശേഷം അങ്ങനെ, അതായത് അതിന് മുമ്പേ 30 നോമ്പും കറക്റ്റ് പിടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം ഇതുവരെ നോമ്പ് പിടിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യം എന്തായാലും ഒന്ന് പിടിച്ച് നോക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനൊന്നുമില്ല. എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഫിനെ വിടാൻ സമയമായപ്പോഴത്തേക്ക് വേണം കേട്ടോ എഴുന്നേറ്റത്. അവന് ഗോതമ്പപ്പവും അതുപോലെ തന്നെ കറിയുമാണ് കൊടുത്തു വിട്ടത്. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേരയ്ക്കും ആപ്പിളും എടുത്തു വെച്ചു കേട്ടോ. പിന്നെ അവനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷാക്കി യൂണിഫോമൊക്കെ ഇടിയിപ്പിച്ച് റെഡിയാക്കി. ആൾക്ക് കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു. വെളുപ്പിന് എഴുന്നേറ്റപ്പം എന്നെ മാത്രം വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നോമ്പൊക്കെ വരാൻ പോവാണല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മുതലേ തൊപ്പിയൊക്കെ വെക്കുന്നതാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസമായി തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ ചെടികളിലും നോക്കി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഇവിടെ എത്തുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ബസ് വന്നു കേട്ടോ. അങ്ങനെ അവനെ കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ.